അങ്ങനെ ഇന്ന് നമ്മൾ അടുത്ത ട്രിപ്പ് പോവുകയാണ്. ഇന്നത്തെ ട്രിപ്പ് നമ്മൾ വാഗമണ്ണിലേക്കാണ് യാത്ര. ഇന്ന് നമ്മൾ പോകുന്നത് ട്രാവലറിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. നമ്മുടെ പള്ളിയുടെ അവിടേക്ക് പോകണം. നമ്മളെ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ച് നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. ശിവപാവം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ചാടി ഓടി പോകുന്നുണ്ട്. ശിവനെ ഫോളോ ചെയ്ത് ഞാനും പോവുകയാണ്. നമ്മുടെ പള്ളി കുഞ്ഞങ്ങനെ പ്രാർത്ഥിച്ച് യാത്രയ്ക്ക് അടിപൊളിയാവണേന്ന് പ്രാർത്ഥിച്ച് വരികയാണ്. ഞങ്ങളുടെ ട്രാവലർ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കതിൽ കയറാം. നമ്മളാണ് ഫസ്റ്റ് കയറുന്നത്. കുഞ്ഞെന്നെ ചാടി ഓടി വിളിച്ചിട്ട് കയറുന്നതാണ് കേട്ടോ. ഞാനും പോകുന്നു. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ? ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഞങ്ങളെയും കൊണ്ട് പോകുന്നത് ചേട്ടനാണ്. അപ്പം ഇനി ഞങ്ങളുടെ നല്ലൊരു സീറ്റ് കണ്ടുപിടിക്കട്ടെ. നമ്മൾ ഓടി വന്ന് നിശാന്തിനെയും അശ്വതിനെയും കൂട്ടാൻ വേണ്ടി നിന്ന് ഞങ്ങളാണ്. ബിരിയാണി ദമ്മ് കഴിഞ്ഞത് അവൻ തിരിച്ചു കയറിയിരിക്കുന്നു. ഓ എന്റെ പൊന്നെ, ഇതാണ് മാസ് എൻട്രി. അങ്ങനെ അടുത്ത് ടീം കയറിക്കുന്നത്. ഇനി ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കൂടെ കയറ്റു. കേറുകൂട്ടി. അങ്ങനെ അശ്വതിയും കയറിയിരിക്കുകയാണ്. വേഗം സീറ്റൊക്കെ പിടിച്ചോളൂ. നമ്മുടെ നിയാസും കുഞ്ഞു ബേബിയും നമ്മുടെ ഷെഫിനെയും കയറിയിരിക്കുകയാണ്. സീറ്റൊക്കെ സെറ്റാക്കിക്കോളൂ. അങ്ങനെ നമ്മൾ അച്ചായന്റെ വീട്ടിലെത്തിരിക്കുകയാണ്. അച്ചായ നമ്മളെയൊക്കെ കാത്തിരിക്കുകയാണ്. എന്തിനാണ് അച്ചായ? ഒരു വ്ളോഗറെ വളരെ സമ്മതിക്കില്ല. പാവം ദീപക്. അപ്പൊ ഇത്തിരി വെള്ളം കുടിക്കാൻ ചേച്ചി കയറി. വെള്ളം തന്നാ കുടിക്കാം. നമ്മുടെ ക്യാമറ ദീപക് പ്രത്യേകം നന്ദിയുണ്ട്. അതെ, മണി കാണിക്കട്ടെ. മണി അടിക്കണോ? കലാവിരുദ്ധകൾ പലതും ശരി. അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അവിടുന്ന് 2-3 പേരോട് പിക്ക് ചെയ്യണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ബൈ. ഫ്രണ്ടില് ദീപക്കുണ്ട്. മത്സരമാണ് ഇവിടെ. ആരുടെ വയറ് ആദ്യം? ഞങ്ങളുടെ സാരഥിയായിട്ട് ദീപക്ക് മുന്നിലിരിക്കുന്നുണ്ട് വഴി തെളിക്കാൻ. ഉത്തരവാദിത്ത പോത്തോടുകൂടി ഞങ്ങളെ വാഗമൺ എത്തിക്കണം എഴുതുമ്പോൾ നടക്കാണ്. ബിരിയാണി, ചപ്പാത്തി, ചിക്കൻ കറി. ടീമിന്റെ അടുത്ത മെമ്പർ എക്സാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അങ്ങനെ പാലക്കാട് നമ്മളൊന്ന് ഹോൾട്ട് ചെയ്ത് കുറച്ച് ഐസ്ക്രീമും സ്നാക്സ് ഒക്കെ മേടിച്ചിരിക്കുകയാണ്. ജംസും പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസും ഒക്കെ ഉണ്ട്. സിമോൻ ഐസ്ക്രീം കൊടുക്കാൻ പോകുന്നു. കുട്ടി സ്റ്റക്കായി ക്യാമറ കണ്ടപ്പോ. ഓ ഐസ്ക്രീം വേണ്ട വേണ്ടെന്ന് പറഞ്ഞു നിശാന്ത്. പാവം. നമ്മുടെ കൂടെ രണ്ടുപേരോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. രാഹുലും സ്മൃതിയും. സ്മൃതിമോൾ ഒരു ഐസ്ക്രീം പിടിച്ചവിടെ വിടാതിരിക്കുന്നു. പ്രിയപ്പെട്ട 9 മണിക്ക് റെഡിയായി 12:05 വിളിച്ചപ്പോ 5 മിനിറ്റ് കൂടി വേണമെന്ന് പറഞ്ഞ രായപ്പിനാണ് ഇരിക്കുന്നത്. കാണിച്ചു കൊടുക്കും. വന്ന് കയറി വരിക ഐസ്ക്രീം തട്ടിക്കൊണ്ടിരിക്കുക. ഈ കുട്ടി പാവം എക്സാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്റെ റിയാമ. അതെ, സ്വന്തം അച്ഛന്റെ റിയാമ. പിന്നാരാ? പ്രത്യേകിച്ച് ക്ഷീണങ്ങളൊന്നും ഇല്ലാത്ത ഐസ്ക്രീം മാത്രം തിന്നുന്ന നിയാസ്. ഇവിടെ പാവ കുഞ്ഞ് കിടന്നുറങ്ങുകയാണ്. കുഞ്ഞിന്റെ ഐസ്ക്രീം കൂടെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം അമ്മ.
ഇവിടെ സ്റ്റോണാന്ന് പറയുകയും സ്റ്റോൺ കൂടുകയും ചെയ്യുന്ന സാധനങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന നിശാന്ത്. പിന്നെ ഇത് നിശാന്തിന്റെ സ്വന്തം അച്ചടി. നിങ്ങളെല്ലാരും ഐസ്ക്രീം കഴിച്ച് ക്ഷണിച്ച് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ സിമ്മൻ വേസ്റ്റിന്റെ കവർ കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം ലീവക്കേട്ടാ ഐസ്ക്രീം എങ്ങനെ? അതാണ് ലൈറ്റ് ആയിട്ട് ബിരിയാണിയുടെ മുന്നേ കട്ട്ലേറ്റ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഭയങ്കര തിരക്കാണ്. കട്ട്ലേറ്റ് കിട്ടുമ്പോ കിട്ടും കാരണം കാത്തിരിക്കുകയാണ് രണ്ടുപേര്. പകുതിയാക്കാന്ന് പറ്റില്ല കേട്ടോ, ഫുള്ള് കഴിച്ചോ. പിന്നെ ആ പകുതിക്ക് ഇവിടെ തല്ല കേട്ടാ. ദൈവത്തിന് പകുതി മതി. ദീപകിന്റെ പകുതി മതി, നിന്റെ പകുതി, എന്റെ പകുതി, പിന്നെ ഒരു പകുതി. പകുതി നമുക്ക് കൊടുക്കാൻ കഴിച്ചു. മൂന്ന് തീരട്ടെ കട്ട്ലേറ്റ് പറയുന്നത് അന്ന് ചെയ്യണം. സാധാരണ കട്ട്ലേറ്റ് കിട്ടി പാവങ്ങൾക്ക്. ഒരു ഹായ് പറഞ്ഞ വീഡിയോക്ക് ഒരു 12 ലൈക്ക് പ്രതീക്ഷിക്കാം. ഏതാണ് വേട്ടോളി? ഇതാണ് നമ്മൾ വന്ന ട്രാവലർ ആംഗ്രി ബോയ്. ഇപ്പോൾ ദാ എല്ലാവരും ഒന്ന് ഫ്രഷായി നമ്മൾ ഫുഡ് ഓടുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അച്ചായൻ നടക്കുന്നു. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് പാവം അച്ചായൻ. ബാക്കി ടീമെല്ലാം ഇവിടെ ഒരു ചെറിയ പ്ലേസ് ഉണ്ട്, അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഫുഡ് നമ്മൾ ഉണ്ടാക്കിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന സ്ഥലം. പറയൂ അച്ചായൻ, പറയൂ അച്ചായൻ. നമ്മൾ ഓക്കെ സെറ്റ്. അപ്പം ഞങ്ങൾക്ക് സുഖമായിട്ടൊന്ന് ഫ്രഷ് ആവാൻ പറ്റി. ഇനിയിപ്പോൾ ഞങ്ങൾ സുഖസുന്ദരമായി കയറി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും അവരവരുടെ പൊതികൾ കൈപ്പറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ശിവാനന്ദൻ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞുപാവ. ഹലോ, ശുന്തിപ്പൂവിനെ കിട്ടിയാ? ശുന്തിരിപ്പൂ കലിപ്പിയാണ്. എന്താ ബിരിയാണി കിട്ടിയപ്പോഴേക്ക് വെട്ടി വീഴുന്ന നിശാദ്. ചിക്കൻ കിട്ടി. ബിരിയാണി കണ്ടപ്പോൾ ആർക്കും വീഡിയോ വേണ്ട, ഒന്നും വേണ്ട. അതാണ്ടോ ഇതാണ് നമ്മുടെ നിഷാന്തിന്റെ വീട്ടിൽ നിന്നും 70 രൂപയെന്ന് അവൻ പറയുന്ന ബിരിയാണി വളരെ ടേസ്റ്റിയാണ്. ഭക്ഷണം കഴിച്ച ക്ഷീണത്തിൽ ഇനി എല്ലാവരും വണ്ടി കിടന്ന് ഉറങ്ങാന്നൊക്കെ പറയണ്ട്. ഇന്നിപ്പോൾ ഉറക്കവും കഴിക്കലും മാത്രം നടക്കുള്ളൂ തോന്നും.
ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ നമ്മൾ അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ വഴിയാണ് പോകുന്നത്. ഫുഡ് കഴിച്ച മയക്കത്തിൽ ഓരോരുത്തരെ പുറത്തും തുടങ്ങിയിരിക്കുന്നു. കുറെ പേരൊക്കെ റെട്ടൈപ്പത്തിൽ നിൽക്കുന്നുണ്ട്. സ്വീകരിച്ചിരിക്കുന്നു. അച്ചായനാണ് സാരഥി. അതെ, കഴിച്ചിട്ടാണ് എല്ലാവരും ഉറങ്ങുന്നത്. അവിടെ രഞ്ജിതമേ ഓടുമ്പോ ഇവിടെ അമ്മേ, അവിടെ രഞ്ജിതമേ ഓടുമ്പോ ഇവിടെ ഓടുന്ന രഞ്ജിതങ്ങളെ കണ്ടോ? ദോസ് രഞ്ജിതംസ്. ആരിത്? കുഞ്ഞുപൂജ, കുഞ്ഞുപൂജ കലിപ്പില. പാവം അച്ചായനും സിമ്മോനും ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ മേടിച്ചു വന്നിരിക്കുന്ന കണ്ടല്ലേ പാവങ്ങൾ. ഞങ്ങൾക്ക് അവിടെ പോയി കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും മേടിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ്. അച്ചായനും സിമ്മോനും അങ്ങനെ തെണ്ടി ക്ഷീണിച്ചെത്തിരിക്കുന്ന കുട്ടികളെ കണ്ടല്ലോ നിങ്ങൾ. അങ്ങനെ 11 മണിക്ക് തിരിച്ച ഞങ്ങൾ ഇപ്പൊ സമയം 6:30 ആയിട്ടും എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത് തൊടുപുഴയാണ്. സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ ഇരുട്ടായി തുടങ്ങി. കുട്ടീസ് കരയുന്നു. ഓൾ വേറെ ബഹളം. 11 മണിക്ക് തുടങ്ങിയ യാത്ര 6:30 ആയിട്ടും എവിടെ എത്താതെ നട്ടം തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാരും കിളി പോയി പക്ഷികളൊക്കെ ആയി തുടങ്ങി. അല്ല, എല്ലാരും കിളി പോയി പക്ഷികളൊക്കെ ആയി തുടങ്ങിയെന്ന്. എല്ലാരും ഉണ്ട് പാവങ്ങൾ. അച്ചായ സമയം 6:30 ഉള്ളു അച്ചായ. അതെല്ലേ, നേരെ ചെല്ലുക, ബിരിയാണി ഉണ്ടാക്കുക, കുളിക്കുക, ഫ്രഷ് ആവുക, കട തുറക്കുക. എന്താ എന്താ മാറി അവിടത്തെ റൊമാൻസ് ഒന്ന് ഒപ്പിയെടുക്കട്ടെ ഞാൻ. ഇങ്ങോട്ട് മാറിക്ക, റൊമാൻസ് ഒന്ന് ഒപ്പിയെടുക്കട്ടെ ഞാൻ. ഒപ്പണില്ലേ? ഒപ്പല് നിർത്തിയോ? ശിവ ഒപ്പല് നിർത്തിയില്ലപ്പോ. ഇടുക്കലൊടുക്കുമ്പോ ഒപ്പല് നിർത്തി. എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനായിരുന്നു 18 ലിറ്റർ വെട്ടൊക്കെ. ഒരു 18 ലിറ്റർ ഒരു വെട്ടൊക്കെ കൊടുക്കാൻ നശിപ്പിച്ച്. പുതിയ DJ ലൈറ്റൊക്കെ വന്നിരിക്കുകയാണ്. കുളിമാമ്പം, ഓളം, ത്രില്ല്, അടിപൊളി. റിയമ്മ മാത്രം പാവം പോസ്റ്റ് അടിച്ചിരിക്കുന്നു. അച്ചായൻ ഒരു കമ്പനി കൊടുക്കും. അച്ചായൻ കമ്പനി കൊടുത്തു. അച്ചായന്റെ കമ്പനി ഉണ്ടോ? കമ്പനി ഓ, കൂളിംഗ് ഗ്ലാസ് വെച്ച് ഉറങ്ങുന്ന കുട്ടി. എല്ലാം കൊള്ളാം. ക്യാമറ ഒന്ന് പോയിട്ട് വരാം.
സീരിയസ്ലി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം മോളിലല്ല സൈഡിക്ക് നോക്കി കഴിഞ്ഞി. ആ അവിടെ എങ്ങനെ ആവുന്ന് അമ്മേ. എത്ര ഏരിയ കത്ത് നോക്ക്. ജൈത്രയാത്ര എപ്പോൾ തുടങ്ങി? 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പൊന്നെ. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ. ഒന്നും കാണാനില്ല, ഇരുട്ട് മാത്രം. നത്തിങ് ടു സീ. ശിവ അത് കേക്ക്. ഒരു ബാഗ് ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. എനിക്ക് 4 പറയാണ്ട് അവിടെ ചെന്നിട്ട് എന്തേലും ഇത് കൊണ്ടാ എല്ലാം തൂക്കി പിടിച്ചിട്ട് പോണെന്ന്. നിന്റെ ബാഗ് ഞാൻ കെട്ടുണ്ടല്ലോ കൊടുത്തു വിട്ട്. അങ്ങനെ അവസാനം 11 മണിക്ക് തിരിച്ച യാത്ര 8:30 പോലും വാഗമണെത്താതെ തെണ്ടി തിരിഞ്ഞ് നടന്ന് അവസാനം ദേ ഇവിടെ വാഗമൺ എത്തിയെന്ന് പറയുന്നു. ദേ ഈ കാണുന്നതാണ് ഞങ്ങളുടെ റിസോർട്ട്. കണ്ടില്ലേ ഞങ്ങളുടെ സുന്ദരി റിസോർട്ട്. ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം. കുറച്ച് നേരം അടിച്ച് പൊളിക്കണം.